ഒരു കുട്ടി അവനിങ്ങനെ വിശന്ന് വലഞ്ഞ് അവശനായി ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരുടെ അടുത്തും പോയിട്ട് അവൻ അങ്ങനെ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ തിന്നാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഓടിക്കും, പോടാ എന്ന് പറഞ്ഞിട്ട് ഓടിക്കും. അവൻ അത്രയും മുഷിഞ്ഞ് വിശന്ന് തളർന്ന് അവശനായിട്ടാണ് പോണത്. കുറേ ആളെടുത്ത് പോയി അവനിങ്ങനെ തളർന്ന് വീഴുന്നുള്ളൊരവസ്ഥ എത്തി. അപ്പോൾ ഒരു വലിയ വീടിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ ആ ഡോറിങ്ങനെ മീൻസ് അതിൻ്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് അവനുള്ളിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ ഉണ്ടൊരു സ്ത്രീ, ഒരു മധ്യവയസ്കയായ സ്ത്രീ, ഒരു 40+ ഏജുള്ള ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി നല്ല വിശപ്പുണ്ടെന്ന്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ പാല് കൊടുത്തു, കുറച്ച് ഫുഡും കൊടുത്തു. അവൻ ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ആ പാലും ഫുഡും കൂടിയും അവൻ കഴിച്ചു. ഒറ്റയടിക്ക് 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, 2-3 ദിവസമായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. പിശുക്കാതെ ചെലവഴിച്ച് കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാം, എങ്ങനെ ഇത് കൊടുത്താൽ നഷ്ടമാവും, ഇത് പൈസ പോയില്ലേ, കയ്യിൽ നിന്ന് ചിലവായില്ലേ, എൻ്റെ കയ്യിലുള്ള സംഗതി നഷ്ടപ്പെട്ടില്ലേ, എൻ്റെ കുറ്റി പൊട്ടിച്ച് പാവങ്ങൾക്ക് കൊടുത്തത് ഞാൻ എന്തെല്ലാം വിചാരിച്ചതായിരുന്നു എന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് പിശാചി ചിലപ്പോൾ പലതും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാം. പക്ഷെ ആ തോന്നലിനെയൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഇത് കൊടുത്താൽ എനിക്ക് ഗുണമുണ്ടാകും, പടച്ചോൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പരലോകത്ത് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ അള്ളാഹ് പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ തന്നെ അതിന് അള്ളാഹു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖല്ലേ? കുറേ ആളുകൾ ഇപ്പോൾ കയറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ സൂമിൽ കയറാൻ പറ്റിയിട്ടില്ല, അതുപോലൊക്കെ യൂട്യൂബിലാണ് കാണുന്നത്. കുറേ ആളുകൾ പിന്നെ റേഡിയോയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സൂമിൽ കയറാൻ പറ്റിയിട്ടില്ല. എൻറോൾ ചെയ്ത കുറേ ആൾക്കാരുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർക്ക് 300-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് സൂമിൽ കയറാൻ പറ്റിയത്. അപ്പോൾ തൽക്കാലം ഓൽക്കാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ പറ്റുക, എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തത്സമയം എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ പറ്റുക. ഇന്നലെ നമ്മൾ ഒരു ഓതി പറയാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങൾ സ്വന്തം മ്യൂട്ട് ചെയ്ത് വെക്കി, ഒച്ച ഉണ്ടാക്കരുത്, ക്ലാസ് കിടക്കല്ലേ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ മൈക്ക് ശ്രദ്ധിക്കുക, മൈക്ക് മ്യൂട്ടല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ ആദ്യം. ചില ആൾക്കാരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തതിന് ശേഷം പിന്നെ മറക്കുന്നുണ്ട് എന്ത്, ആ കൈ താത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ താത്തണം കേട്ടോ, എന്നാലേ നമുക്ക് എളുപ്പത്തിൽ ആരൊക്കെയാണ് അടുത്ത് ഹാൻഡ് റൈസ് ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, ഇന്നും കുറേ ആക്ടിവിറ്റികളൊക്കെ അവതരിപ്പിക്കാണ്ട്. അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് 1-2 ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് തുടങ്ങല്ലേ താജുക്ക? അതെ അതെ അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പരിചയപ്പെടലാണ്. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ആരാണ് പരിചയപ്പെടാൻ ഇപ്പോൾ റെഡി ഉള്ളത്? ഓലൊന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പിന്നെ ആരാണ് പരിചയപ്പെടാൻ റെഡി ഉള്ളത് ഓലെ നമ്മൾ വിളിക്കും ഇൻഷാ അല്ലാ. ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ, മൻഹ ഫാത്തിമ. ഓ, ഒരുപാട് ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ കാണായിട്ടാണ്. മൻഹ ഫാത്തിമ പറഞ്ഞോ മോളെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പേര് മൻഹ ഫാത്തിമ. ഞാൻ എറണാകുളത്തു നിന്നാണ് വന്നത്. സ്കൂളിൽ ഞാൻ 7th പഠിക്കും. ഓക്കെ. അതിലെന്താ നെജ ഉണ്ടല്ലോ, നെജാര അറിയോ നിങ്ങൾക്ക്? അല്ല, നെജാറിനെ എൻ്റെ കുട്ടിയാണ്. ആണോ? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാ, മിടിക്കാണ്, നല്ല പ്രസംഗിക്കും, നല്ല ഉഷാറാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളിൽ ഓരോന്നും 3 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് അത് മുൻജിയാത്താണ്, മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തു. നമ്മൾ ടെക്നിക്കലി നമുക്ക് ഓക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുട്ടികളോട് ചോദിക്കായിരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടല്ലോ. ഇന്നലത്തെ 3 കാര്യങ്ങൾ, ഇന്നലെ നമ്മൾ ഏത് കാര്യങ്ങളാണ് 3 പഠിച്ചത്? ഇന്നലെ രക്ഷപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. വേഗം ടൈപ്പ് ചെയ്തോളി, സ്പീഡിൽ ടൈപ്പ് ചെയ്തോളി ഇൻഷാ അല്ലാ. രക്ഷപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്തോളൂ. ആരൊക്കെയാണ് ടൈപ്പ് ചെയ്യണത്? അതെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എഴുതിയിട്ടുണ്ട്. അതൊന്നും കൂടി ക്ലിയറായി ആരാ ഇത് നോക്ക് ശരിക്ക്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ അതാണ് മുഹമ്മദ് അജ്സിലിൻ്റെതാണ് കറക്റ്റ്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
പിന്നെ അത് ഒന്ന് അബുവിന്റെ ഒന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിയാണ്. ആയിഷ ആൻഡ് ഫാത്തിമ രണ്ടാളും എഴുതിയിട്ടുണ്ട്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ സൂക്ഷിക്കുക. ഫാദിയ ആൻഡ് ഹാദിയ എഴുതിയിട്ടുണ്ട്. രഹസ്യത്തിലും പരസ്യത്തിലും. ഹാസിം, റഷീദ് എല്ലാവരും എഴുതിയിട്ടുണ്ടോ നേരത്തെ തന്നെ. ആയിഷ, സനീം അള്ളാഹുവിനെ ഭയപ്പെടുക, മിതത്വം, നീതി പാലിക്കുക, മൂന്നും എഴുതിയിട്ടുണ്ട്. ആരാണ് എഴുതിയെന്നറിയോ? ഹസ്വ. ആരാണ്? ഹസ്വ. ഹസ്വ അസു ഒരു പൊളിയാണല്ലോ സംഭവം. ആണോ? സൂപ്പർ. ഇത്ര വേഗം എഴുതാൻ പറ്റിയല്ലോ. മൻഹാ നാസർ, അതാ മൻഹാ നസീറും എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിനെ പഠിക്കുക എന്നാണ് എഴുതിയത് അല്ലേ? അതെ. അള്ളാഹിനെ പറ്റി ശരിക്കും പഠിച്ച ആൾക്കാർക്കാണല്ലോ സൂക്ഷിക്കാൻ കഴിയുക. അതേക്കാരം അങ്ങനെ എഴുതിയത്. എന്നാലും സൂക്ഷിക്കുക എന്നാണ് കേട്ടോ ശരി ഉത്തരം. ആ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. മാഷാ അല്ലാ, കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പഠിച്ചിക്കണം. അപ്പം പഠിച്ചന്നെയാണല്ലേ വരണേ. നമ്മൾ വെറുതെ ക്ലാസ് എടുക്കല്ല, എഴുതി വെച്ച് അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. സൂപ്പറാണ് അവര്. മാഷാ അല്ലാ. അപ്പൊ ഇന്നലെ എന്നോട് ഒരു രക്ഷിതാവ് ചോദിച്ചു, എൻ്റെ മോള് 1-ലും മറ്റേ മോള് 4-ലുമാണ് ഉസ്താദെ, എൻ്റെ മോൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പങ്കെടുക്കാം, അവർക്ക് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ. പിന്നെ ചോദിച്ചു, ഒരു കുട്ടി 8ാം ക്ലാസ്സിലും ഒരു കുട്ടി ഡിഗ്രിയിലുമാണ്. ഓല് ഇന്നലെ കേട്ടുപോയി എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. നാളെ നമ്മള് കുട്ടികളോടാണ് പറയാ, ഡിഗ്രിക്കുള്ള കുട്ടിയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. എന്താ അവരിങ്ങനെ ചെറിയ കുട്ടികളോട് പറയണ മാതിരി പറയണമെന്ന് ചോദിക്കരുത്. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഡിഗ്രിക്ക് പഠിക്കണ കുട്ടിയെ നോട്ടൊക്കെ കറക്റ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് അയച്ചു തരാം അല്ലേ. പക്ഷെ അന്ന് നമ്മൾക്ക് ഇന്നലെ അവരോട് ചോദിക്കും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്ന് ചോദിക്കാൻ മറക്കാൻ പാടില്ല നമ്മള്. അപ്പൊ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തോളൊക്കെ ഹാൻഡ് താത്തണം കേട്ടോ. എല്ലാവരും താത്തണം. അതിനുശേഷം നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയും, അപ്പോഴാണ് പൊക്കാൻ പാടുള്ളൂ. അതെ. മൊത്തത്തിലൊന്ന് താത്തി കൊടുക്കാൻ പറ്റി താത്തി കൊടുക്കി. പിന്നെ ധൈര്യപ്പെടണ്ട, താത്തി കൊടുക്കുകയും. അപ്പോ തെറ്റോ ഞാൻ പറഞ്ഞത്? ഇല്ലല്ലല്ല, താത്തി എല്ലാവരും താത്തി. ഇനിയിപ്പോൾ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ചോദ്യം ഇതാണ്, ഇന്നലെ നമ്മുടെ 3 കൂട്ടുകാരല്ല പറഞ്ഞത്, നമ്മള് 3 ആളുകളല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്. നമ്മള് എന്ത് 3 ആളുകളെ കൊണ്ടുവരണം. കൊണ്ടുവന്ന ആളുകളെ 3 ആളുകളെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കണുള്ളൂ. ഇപ്പൊ ചോദിക്കില്ലേ? മറ്റേതാണ് ഇപ്പൊ ചോദിക്കണേ. ഇന്നലെ നമ്മളൊരു സ്റ്റോറി പറഞ്ഞിട്ടേ, ആ സ്റ്റോറിക്ക് അതേപോലത്തെ സ്റ്റോറി പറയാൻ പറഞ്ഞിരുന്നു. അതെഴുതിയ ആളുകൾ കുറച്ച് കുട്ടികളെ പേരൊക്കെ ഇവിടെ കണ്ടു അല്ലേ. കുറച്ച് ആൾക്കാരൊക്കെ അത് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നമ്മൾ അനസിന്റെ മോളൊക്കെ ഉണ്ട്. അവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലപ്പുഴയിൽ അനസിന്റെ മോളാണ്. ഓക്കെ, കുഴപ്പമില്ല, ഉഷാറായിട്ടോ മോളെ. ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അത് അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ച ആളുകളെ നമ്മളൊന്ന് പറയാലേ. അയച്ചിവിടെ കിട്ടിയ ആളുകളൊക്കെ ഒന്ന് പറയാം. അത് നമ്മൾ പ്രത്യേകം രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അത് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലല്ല, കോഴ്സിൻ്റെ ഉള്ളിലുള്ള ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ രക്ഷിതാക്കൾ അതുകൂടി അറിയിക്കണം. അതൊക്കെ അറിയിച്ച ആളുകളുടേതാണ് നമ്മൾ വായിക്കാൻ ശ്രദ്ധിക്കുക. ചില രക്ഷിതാക്കൾ അത് അറിയിക്കാത്തോണ്ടേ കുട്ടികളുടെ പേര് ഇവിടെ വരൂല. അപ്പൊ രക്ഷിതാക്കൾ വിടരുത്, അടുത്ത പ്രാവശ്യം അത് അറിയിക്കാൻ പറയണം. അതെ. അപ്പൊ എന്താണ് നിങ്ങളുടേത് മിസ്സായത് എന്നുള്ളതിന്റെ ഉത്തരവാദികൾ ഞാനും പിന്നെ സുദൂർ മുദരിസും അല്ല കേട്ടോ. അപ്പൊ പേര് വായിക്കട്ടെ ഞാൻ എന്നാല്. മെഹർ എം വി 4ാം ക്ലാസ്സിലാണ്. മുഹമ്മദ് ബിലാൽ 6ാം ക്ലാസ്സുകാരനാണ്. മാഷാ അല്ലാ. മൻഹ ഫാത്തിമ KM 7ാം ക്ലാസ്സുകാരിയാണ്. ഫാത്തിമ ഗഫൂർ 6ാം ക്ലാസ്സുകാരി. സൈനബ് ഇർഷാദ് M 5-ലാണവൻ. സൈനബ് ഇർഷാദ് 5-ലാണ് അവൾ. മൻഹ നസീർ 6ാം ക്ലാസ്സുകാരിയാണ്. ആയിഷ ഇർഷാദ് M 6-ലാണ്. മുഹമ്മദ് അജിസിൽ 5ാം ക്ലാസ്സിലാണ്. ഇത്ര ആളുകളാണ് രക്ഷിതാക്കൾ റിപ്പോർട്ട് ചെയ്ത ആളുകൾ. ഇപ്പൊ രക്ഷിതാക്കൾക്ക് ഇതിന്റെ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിയണം അല്ലേ? അതെ. അതിനെന്താ വഴി? ഒന്നുമില്ല, ഒന്നുകൂടി നമ്മൾ പറയാം. അല്ലെങ്കിൽ അതിൻ്റെ റേഡിയോയുടെ കോഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളുണ്ട്. അതിലതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ കോഴ്സ് ഓപ്ഷനിൽ പിന്നെ കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഉമ്മാർക്കും പറഞ്ഞു കൊടുക്കുക. അതെ, നമ്മൾ ഈ മദ്രസ ലൈവ് കോഴ്സ് എന്ന ഭാഗം അവിടെ ഉണ്ടാവും. അതിൽ ഹെൽപ്പ് എന്ന ഭാഗത്ത് കോഴ്സ് ഫീഡ്ബാക്ക് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ഫീഡ്ബാക്ക് അതമർത്തിയ സംഗതി ഇവിടെ എത്തും ഇൻഷാ അല്ലാ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. രക്ഷിതാക്കളൊക്കെ അതിലൊന്ന് റിപ്പോർട്ട് ചെയ്യുക. അതിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടേത് ഇൻഷാ അല്ലാ നമ്മളിവിടെ
വായിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു കണ്ടന്റിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാ. എല്ലാവരും എത്തിയല്ലോ? യെസ്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികളൊക്കെ ഈ പത്രമൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് സിഗരറ്റൊക്കെ ഇങ്ങനെ വലിച്ചു നോക്കും. അപ്പം അതൊരു രസം തോന്നും. പിന്നെ അതിൽ നിന്ന് പിന്നീട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കും. പിന്നെ അങ്ങനെയാണ് ഉമ്മാനെ കൊന്നാളും ഉപ്പാനെ കൊന്നാളും തൂങ്ങി മരിച്ച ആളൊക്കെ ഉണ്ടാകൽ. അതാണ് എന്താ. അപ്പോൾ ഈ ഒരു കാര്യം സൂക്ഷിച്ചാൽ രണ്ട് ലോകത്തും രക്ഷപ്പെട്ടു അല്ലേ? രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ, മദ്രസയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സും സ്കൂളിൽ പോകുമ്പോൾ വേറെ ഡ്രസ്സും, കല്യാണത്തിന് വേറെ ഡ്രസ്സ്, ഇങ്ങനത്തെ പരിപാടികളും സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക, ഉറപ്പായിട്ടും തിരുത്തുക. കാരണം നമ്മളെപ്പോഴാണ് മരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞാനും അബ്ദും വേറെ നമ്മളെ വിസ്റ്റം യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീറൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു മോനുണ്ടായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അവൻ മരണപ്പെട്ടു പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും അവനെക്കുറിച്ച് നല്ലതാണ് പറയുന്നത്. അവിടുത്തെ പള്ളിയിലെ ഉസ്താദും നാട്ടുകാരും എല്ലാവരും അവനെക്കുറിച്ച് നല്ലതാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ല കുട്ടികളായി മാറണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം, ഇൻഷാ അല്ലാ. രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം അൽ അദ്ലു ഫിർ വൽ ഖദബ്. നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും നമുക്കൊരാളോട് സംതൃപ്തിയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നീതി പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ഉദാഹരണ സഹിത ഇസ്മായിലിനെയും പിന്നാരെ പറഞ്ഞതിന് എന്തോ ഒരു ചങ്ങായിൻ്റെ പേര് നമ്മൾ ഇമ്പോസിഷനുടെ കുട്ടികൾക്കറിയാം. അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാഞ്ഞിട്ടാണ്. ഈ ഇസ്മായിലിനെ ഇസ്ഹാക്കിനെയാണ് എനിക്ക് തന്നെ തെറ്റി, കുട്ടികളാണ്. അപ്പൊ ഇഫ്തിക്കാറിനോട് എന്താണ് ഭയങ്കര ഈറയാണ്, ഇസ്മായിലിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇഫ്തിക്കാറിനോട് ഈറ ഉണ്ടെന്നുള്ളതുകൊണ്ട് അവനെ കൊടുക്കാൻ പാടില്ല. നീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തത് ഏതായിരുന്നു? മൂന്നാമത്തെ കാര്യം വൽ ഖസ്ദു ഫിൽ ഗിന വൽ ഫഖർ. നമുക്ക് നല്ല വീട്ടിൽ നല്ല പൈസ ഉള്ള ആൾക്കാരും വീട്ടിലൊന്നും ഇല്ലാത്തവരൊക്കെ ഒരു മീഡിയം ജീവിതം നയിക്കുക അല്ലേ? അതെ. അങ്ങനെ വെറും ബ്രാൻഡുകളോടുള്ള ഇഷ്ടവും അങ്ങനെയൊന്നും ആയി പോകാതെ, ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇന്ന ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞ് കരയാതെ ഉപ്പാൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ എന്താ പറയുക, ഇനി മുഹ്ലിക്കാത്താണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ നാശകരമായ, നമ്മളെ നാശത്തിലാക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ എല്ലാ നിലക്കും നമ്മളെ മോശമാക്കി മാറ്റും, നമ്മളെ നശിപ്പിച്ച് കളയും. അത് ആ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങൾ മുൻജിയാത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ മുഹ്ലിക്കാത്ത് നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കണം. അപ്പം നയത്ത് ഒന്നാമത്തെ പറയാം. അതെ, ഒന്നാമത്തെ അങ്ങനെ എഴുതിയെടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചില ആൾക്കാരെ ഫോൺ ഇങ്ങനെ കയ്യിലാ പിടിച്ചിട്ടുള്ളത്. അതെന്താ പറയുക, നമ്മൾ ഓർമ്മയാക്കിയിട്ടാണ്. അത് നിങ്ങൾക്കാണ് എൻ്റെ കുറ്റം. ഞാൻ പറയണല്ലേ? നിങ്ങളാണ് പറയേണ്ടത്. അപ്പം എന്നാ ഞാൻ പറയാം. ഫോണ് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ കുറച്ച് അകലത്തിൽ വെക്കുക. തൊട്ടടുത്ത് വെക്കണ്ട, കുറച്ച് അകലത്തിൽ. ഇപ്പം ഇതിൽ കുറേ ചെക്കന്മാരങ്ങളെ കാണുന്നുണ്ടല്ലോ, ഓലൊക്കെ അകലത്തിൽ വെച്ചിരിക്കണം. ഓല് ഫോൺ അകലത്തിൽ വെച്ചായിരിക്കണം. അകലത്തിൽ വെക്കുക. എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡിൽ ചാരി വെക്കുക. ഇനി ഒരു സ്റ്റാൻഡും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മളെ വീട്ടിലൊരു ഫ്ലാസ്കോ ഒരു ജഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയിമ ചാരി വെച്ചാലും മതി. അടങ്ങിയിരിക്കുക. ഫോണുമ്മ തൊടരുത്. ഫോണുമ്മ തൊട്ടാൽ ഇതൊന്നും മനസ്സിലാവില്ല. ഇടക്കിടക്ക് ഇളക്കി കളിക്കരുത്. അത് ഓക്കെ. ഒരു വളരെ കുറച്ച് കുട്ടികളെ അറിയാതെ അബദ്ധത്തിൽ ചെയ്താണ്. ഇനി ഒന്നുകൊണ്ട് ധൈര്യപ്പെടണ്ട കേട്ടോ. പോലെ ഡിസിപ്ലിൻ കുറവാണെങ്കിലും അവർക്ക് ഡിസോർഡർ കൂടുതലായതുകൊണ്ടേ പ്രശ്നമല്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ ഇനി 3 കാര്യങ്ങൾ പറയാം. ഒന്ന് ഷുഹാണ്. ഷുഹിന്റെ അർത്ഥം അറിയണോല് കമന്റ് ചെയ്തോളിയും. ഷുഹിന്റെ അർത്ഥം അറിയണോല്. ഷുഹ് നശിപ്പിക്കണ 3 കാര്യങ്ങളിൽ ഒന്ന് ഷുഹാണ്. ഖുർആനിലൊക്കെ വന്ന ഒരു പദമാണ്. അപ്പൊ എവിടെങ്കിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിലോ മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. അമ്ന പൊളിച്ചു, അമ്ന തൂക്കി. അസ്ഫിയ എഴുതിയിട്ടില്ല. പിന്നെ മുഹമ്മദ് ജിനാൻ എഴുതി. അതാ അസ്ഫിയ എഴുതിയല്ലോ. അസ്ഫിയ പിന്നെ എഴുതി. കെൻസ. എടാ ഗേൾസ് മാത്രമേ ഉള്ളൂടാ, കുറച്ച് ആൺകുട്ടികൾ വരെ. ആയിഷ, അനീഷ, ഹിജാബ,
ഹാജറ ഹാസിം റഷീദ് സിന്ദാബാദ്. ഇബ്രാഹിം ഇബ്രാഹിം സിന്ദാബാദ്. എടാ നമ്മളെ മാനം കെടുത്തില്ല നിങ്ങള്. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് എഴുതി ബോയ്സ്. പിന്നുണ്ട് ഇത് വിവോ V2217 ഓനാണ്. പിശുക്ക അറിയെല്ലാവർക്കും. ഹമീദ, നമ്മളെ സയ്യിദ് ഫൗസാൻ, സയ്യിദ് സർഹാൻ. ആരെ ദൂർത്ത് നേതിയെ ഇസിൻ ഇടി 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 ഇടി. ആ ശരിക്കും ഈ സൂമിനെ ഒരു സാധനം വേണം. എന്താ അറിയോ, നമ്മൾ ഇവിടുന്ന് സ്വിച്ച് ഇട്ടാല് ടക്ക നിറ പിടിക്കണം. അതുപോലെ ഉണ്ടല്ലോ ആ സ്ക്രീനർക്ക് വരക്കണ ഒരു ചങ്ങായി ഉണ്ട്. ഞാൻ മുണ്ടപ്പക്രൂനെ വിടും. ഇന്നലെ ഞാൻ വിട്ടതാണ്. ആരുടെ അടുത്തേക്ക്? അജിസിലിന്റെ അടുത്തേക്ക്. ആ ചങ്ങായി നമ്മളപ്പം ഉണ്ട്, നമ്മൾ പറഞ്ഞേക്കും. ഓക്കെ, അപ്പൊ പിശുക്കാണ്. അപ്പൊ ഇവർക്ക് പിശുക്ക് ഉണ്ടാവുമോ? കുട്ടികൾക്കോ? എല്ലാവർക്കും ഉണ്ടാവും അത്. മനുഷ്യന്മാർക്ക് പൊതുവെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും. ആർക്കും വരാൻ സാധ്യതയുള്ള ഒരു മോശം സ്വഭാവമാണ്. ഓക്കെ, എന്നാൽ സൂറത്തു ആല ഇമ്രാനിലെ 150 ആയത്തുണ്ട്. ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ഈ ആയത്ത് അറിയുന്ന കുട്ടികളുണ്ടാകും. കാരണം ഹിഫ്ളുള്ള കുറേ കുട്ടികളുണ്ടല്ലോ. അപ്പം നമുക്ക് അവരോട് നിങ്ങൾക്കത് അറിയുമോ എന്ന് ചോദിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ ഓതാൻ നിങ്ങൾക്ക് സമയം ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി അത് പറയാം. അപ്പോൾ എന്ത് ചെയ്യാം, ആ ആയത്തുങ്ങളൊന്ന് ഓതി തരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളപ്പോൾ ചോദിക്കാം ആയത്തൊന്ന് ഓതി തരാറ് റെഡി ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ആൻഡ്രൈസ് ചെയ്താൽ മതി. അപ്പോൾ അവസരം കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അനം ഒരുപാട് ടെക്സ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ശരിയല്ല, അങ്ങനെ ചെയ്യണത് ശരിയല്ല. ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തരും കേട്ടോ. സൂമിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇടും. അങ്ങനെ ചെയ്യാൻ പാടില്ല. യൂട്യൂബിൽ കേൾക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. ഇനി അങ്ങനെ കണ്ടാൽ സദർ മുദരിസ് വളരെ സ്ട്രോങ്ങാണ്. നിങ്ങൾക്ക് അറിയിട്ടുണ്ട് സദർ മുദരിസിന്റെ തനി സ്വഭാവം പറഞ്ഞുണ്ടല്ലോ, മണ്ടുകള്. ശരി, ഇനി ചെയ്യൂല. അത് അനം അറിയാതെ ഇതിലങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് തോന്നണല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ അറിയാതെ ആയതേ കാരം അല്ലേ, അല്ലെങ്കിൽ ആവൂല കേട്ടോ. അനം സാറില്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചു, അനം അങ്ങനെ ചെയ്തു എന്ന്. കുഴപ്പമില്ല. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ എന്നാണ്. ഒന്ന് പറഞ്ഞോളൂ. നമ്മളൊരിക്കലും വിചാരിക്കണ്ട നമ്മൾ പിശുക്കി കാണിച്ചാൽ നമുക്ക് അതുകൊണ്ട് കുറേ ഗുണം കിട്ടുന്നു. ഗുണം കിട്ടൂല. അത് ഷർറയായി മാറുള്ളൂ, ദുരന്തമായി മാറുള്ളൂ. അതിൽ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു കാര്യം കൂടി, നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും അത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, അത് പടച്ചോൻ നമുക്ക് നൽകിയതാണ് എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ പിശുക്ക് കാണിക്കണ്ട. പിശുക്കി എടുത്തു വെച്ചുണ്ടല്ലോ, ആ പിശുക്ക് എടുത്തു വെച്ച സാധനം കൊണ്ട് നാളെ പരലോകത്ത് ഈ മനുഷ്യനെ ശിക്ഷിക്കുന്നതാണ്. അയാളുടെ ശരീരത്തിലേക്ക് അത് ചേർത്ത് വെച്ച് ചൂടുവെക്കും എന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇപ്പോൾ പറയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വലിയതായി വരുമല്ലേ, കുറച്ച് പൈസയൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് ഒരാൾ രോഗിയാണ്, അല്ലിപ്പോൾ നമ്മളെ സ്കൂളിലൊരു കളക്ഷൻ വരികയാണ്. സ്കൂളിൽ എന്തിനാ കളക്ഷൻ വരുന്നത്? നമ്മളെ സ്കൂളിലൊരു കുട്ടീൻ്റെ കിഡ്നി പോയി, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ നമ്മൾ അതിലേക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മളുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്. പക്ഷെ നമ്മളാ പൈസ എന്തിനാണ്? നമ്മളാ പൈസ അങ്ങനെ വിചാരിച്ചൊക്കെയാണ് അതുകൊണ്ട് സൈക്കിൾ വാങ്ങണം. നമ്മൾ അങ്ങനെ ഒരു വളരെ അത്യാവശ്യത്തിന് നമ്മളെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വലിയൊരു അസുഖം വന്നിട്ട് അതിലേക്കൊന്നും കൊടുക്കാതെ നമ്മൾ സൈക്കിൾ വാങ്ങാൻ എടുത്തേക്കാൻ പാടുണ്ടോ? അങ്ങനെ ശരിയാവും ഇല്ല. അല്ലെങ്കിൽ ഉപ്പാനോട് പറയണം, ഇത് സൈക്കിൾ വാങ്ങാൻ എടുത്തുവെച്ച പൈസയാണ് ഇപ്പം, ഞാൻ എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ ഈ ഇതൊക്കെ വന്നപ്പോഴേ, പ്രളയമൊക്കെ വന്നപ്പോൾ കുറേ കുട്ടികളെ സൈക്കിളൊക്കെ വാങ്ങാൻ വിചാരിച്ച കുട്ടികളൊക്കെ ചെയ്ത് കണ്ടില്ലേ? സൈക്കിളിൻ്റെ പൈസയൊക്കെ അതിലേക്ക് കൊടുത്തു. എനിക്ക് സൈക്കിളൊന്നും വേണ്ട, അവർ വീട് തന്നെ എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഗുണേ ഉണ്ടാവുള്ളൂ. ഒരു കഥ ഉണ്ട്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സംഭവിച്ച കഥയുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുട്ടി അവനിങ്ങനെ വിശന്ന് വലഞ്ഞ് അവശനായി ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരുടെ അടുത്തും പോയിട്ട് അവൻ അങ്ങനെ ക്യാഷ് ചോദിക്കും, അല്ലെങ്കിൽ തിന്നാൻ ചോദിക്കും. അപ്പം അങ്ങനെ ഓടിക്കും, പോടാ എന്ന് പറഞ്ഞിട്ട് ഓടിക്കും. അവൻ അത്രയും മുഷിഞ്ഞ് വിശന്ന് തളർന്ന് അവശനായിട്ടാണ് പോണത്. കുറേ ആളെടുത്ത് പോയി അവനിങ്ങനെ
തളർന്ന് വീഴുന്നുള്ളൊരവസ്ഥ എത്തി. അപ്പോൾ ഒരു വലിയ വീടിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ ആ ഡോറിങ്ങനെ മീൻസ് അതിൻ്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് അവനുള്ളിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അവിടെ ഉണ്ടൊരു സ്ത്രീ, ഒരു മധ്യവയസ്കയായ സ്ത്രീ, ഒരു 40+ ഏജുള്ള ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി നല്ല വിശപ്പുണ്ടെന്ന്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ പാല് കൊടുത്തു, കുറച്ച് ഫുഡും കൊടുത്തു. അവൻ ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ആ പാലും ഫുഡും കൂടിയും അവൻ കഴിച്ചു. ഒറ്റയടിക്ക് 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. 2-3 ദിവസമായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. അപ്പോൾ അവന് അതെല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ പോയി. അങ്ങനെ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു. ഈ സ്ത്രീ രോഗിയായി. അവരുടെ വീട്ടിലുള്ള പലരും ആക്സിഡൻറ്റിലോ അല്ല പ്രളയത്തിലോ അങ്ങനെയൊക്കെ മരിച്ചുപോയി, അവരൊറ്റക്കായി. അങ്ങനെ അവർ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു. ആരെ? ഈ സ്ത്രീനെ, അന്ന് പാല് കൊടുത്ത സ്ത്രീനെ. അപ്പോൾ അവരിങ്ങനെ ഹോസ്പിറ്റലിലാണ്, അവരുടെ അടുത്ത് പൈസയൊന്നുമില്ല. അപ്പോൾ അവരടുത്ത് നഴ്സിനോട് ഇങ്ങനെ പറയും, എന്ത് ചെയ്യുമെന്നറിയില്ല, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, ആകെ പ്രശ്നമാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടുത്തെ നഴ്സ് പറയും, ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, നിങ്ങളെ വിഷമം ഡോക്ടറോട് പറഞ്ഞാൽ മതി. നിങ്ങളെന്താ ഡോക്ടറോട് വിഷമമൊന്നും പറയണില്ലല്ലോ? മോളെ, എനിക്കതൊന്നും ശീലിച്ചിട്ടില്ല. ഞാൻ വലിയ കുടുംബത്തിൽ ജീവിച്ച ആളല്ലേ, ആളുകളോട് വിഷമം പറയാ, ആളുകൾക്ക് കൊടുത്ത ശീലം കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ ആളോട് വാങ്ങിയ ശീലമല്ല, എനിക്ക് ഭയങ്കര മാനക്കേടാണ്. അപ്പം അങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഈ നഴ്സ് പറഞ്ഞു, ഇനിയൊന്നുമില്ലെങ്കിൽ അമ്മ എൻ്റെ മാല ഉണ്ട് ഇവിടെ, നമുക്ക് ഈ മാല കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ മാല കൊടുത്തിട്ട് നിങ്ങളെ ബില്ലടക്കാം, അമ്മ പേടിക്കണ്ട. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു, അസുഖമൊക്കെ മാറി, ഡിസ്ചാർജിൻ്റെ സമയത്തി. അപ്പോൾ ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നഴ്സ് പറഞ്ഞു, ഈ നേരമാകുമ്പോഴത്തേനൊക്കെ ഡിസ്ചാർജ് ബില്ല് ശരിക്കും വരലുണ്ട്, ഇത് ബില്ല് ഉണ്ടാകൂല. പെട്ടെന്ന് വലിയ ബില്ലും കൊണ്ട് ആൾ വന്നു. ആ ബില്ല് ഒരു കവറിലാണുള്ളത്. അത് തുറന്നപ്പോൾ ഉമ്മാൻ്റെ കൈ ഇങ്ങനെ വറക്കാണ്, എത്ര ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഈ നേഴ്സും ആകെ ക്ഷീണിച്ചു, കാരണം ഉണ്ടാവില്ല എന്നാണ് അവരും വിചാരിച്ചത്. അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു, ഈ മാല കൊണ്ടൊന്നും തികയാൻ സാധ്യതയല്ല കേട്ടോ, എവിടെ നിന്നപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുക? അപ്പോൾ തന്നെ ഈ സ്ത്രീ ഇങ്ങനെ തേങ്ങുന്നുണ്ട്. ആ കവർ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വായിച്ച് തുറന്നു നോക്കിയപ്പോൾ വലിയ ബില്ല്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസിലൊരു വരട്ടിട്ട്, ഒരു ചുവന്ന മഷി കൊണ്ട് ക്രോസിൽ വരട്ടിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റിലുള്ളത് എന്താ അറിയോ? ലാസ്റ്റിൽ വലിയ സംഖ്യ ഉണ്ട്, 5 ലക്ഷത്തി അത്ര വലിയ പൈസ ഉണ്ട്. പക്ഷെ അവിടെ എഴുതിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വിശന്ന് തളർന്ന് അവശനായി വന്നൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത പാലിൻ്റെ വില ഇപ്പോഴും ആയിട്ടില്ല, ആ തുക ആകാത്തതുകൊണ്ട് തൽക്കാലം ഇനി എപ്പോൾ അസുഖം ഉണ്ടാകുമ്പോൾ ഇവിടെ വരിക, എന്നിട്ട് ബില്ലൊന്നും വേണ്ട, ചികിത്സിച്ച് പോകണം. ആ പാലിൻ്റെ ഒരു വില ഉണ്ട്, അതാവുന്ന അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബില്ല് വരും. അപ്പോൾ അന്ന് ആ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ച കുട്ടിയായിരുന്നു ആ ഡോക്ടർ. അപ്പോൾ ഇതൊരു അറേബ്യൻ ലോകത്ത് നടന്നൊരു സംഭവ കഥയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ഞാൻ അല്ലെങ്കിലും ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പാടുണ്ട്. ഇപ്പം സുലൈമാൻ അർ-റാജി അല്ലേ, സുലൈമാൻ എന്നല്ലേ പേര്, അദ്ദേഹത്തിൻ്റെ പേര് അർ-റാജിഹി ബാഗിൻ്റെ ആളാണ്. ഇയാൾ വളരെ ചെറു പ്രായത്തിൽ സ്കൂൾ പൂട്ടണ അന്ന് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കരയാണ് സ്കൂളിൻ്റെ വരാന്തയിൽ. അപ്പം മാഷി പറ്റി വെച്ച്, മോൻ എന്ത് പറ്റി? അടുത്ത വർഷം സ്കൂളിൽ വരാൻ കഴിയൂല. എന്തേ? അടുത്ത വർഷത്തേക്ക് കൊടുക്കേണ്ട ബസ്സിൻ്റെ ഫീസ് എൻ്റെ കയ്യിലില്ല, 1 ദിർഹമാണ് വേണ്ടത്. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു, ഉസ്താദിൻ്റെ പോക്കറ്റിൽ നിന്ന് തപ്പിയിട്ട് 1 ദിർഹം എടുത്തെടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. റാജിഹി പിന്നെ ബിസിനസ് ശൃംഖലയുടെ തലവൻ, അയാൾ പേരെന്താണെങ്കിലും അദ്ദേഹം വളർന്നു, ലോകത്തെ ബില്യണറായി, ഭയങ്കര സംഭവമായി. സൗദി അറേബ്യൻ്റെ ബജറ്റോളം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഉയർന്നു. അപ്പോൾ ഒരു ദിവസം ഈ ഒരു വലിയ കാറിൽ ഈ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഉസ്താദിനെ കാറിൽ കയറ്റി ഭയങ്കര ഒരു കൊട്ടാരം പോലത്തെ വീട് അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഈ 2 ചരിത്രങ്ങളിൽ നമുക്കുള്ള പാഠെന്താണ്? ഇത് നമ്മൾ പിശുക്കാതെ ചെലവഴിച്ച് കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാം, എങ്ങനെ ഇത് കൊടുത്താൽ നഷ്ടമാവും, ഇത് പൈസ പോയില്ലേ, കയ്യിൽ നിന്ന് ചിലവായില്ലേ, എൻ്റെ കയ്യിലുള്ള സംഗതി നഷ്ടപ്പെട്ടില്ലേ, എൻ്റെ കുറ്റി പൊട്ടിച്ച് പാവങ്ങൾക്ക് കൊടുത്തത് ഞാൻ എന്തെല്ലാം വിചാരിച്ചതായിരുന്നു എന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് പിശാചി ചിലപ്പോൾ പലതും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാം. പക്ഷെ ആ തോന്നലിനെയൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഇത് കൊടുത്താൽ എനിക്ക് ഗുണമുണ്ടാകും,
പടച്ചോൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പരലോകത്ത് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ അള്ളാഹ് പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ തന്നെ തരും, അതിന് അള്ളാഹു തരും, ഇരട്ടി ഇരട്ടി തരും, സംശയമല്ല. അപ്പം ഈ ശരിക്ക് മൂത്ത കുട്ടി ഇളയ കുട്ടിയൊക്കെ ഈ കളിപ്പാട്ടൊക്കെ അല്ലേ, ഈ കളിപ്പാട്ടൊക്കെ ഒന്നിങ്ങനെ കൊടുക്കുന്നിടത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇത് എൻ്റെതാണ്, അത് എൻ്റെതാണ്, അവൾ എൻ്റെത് എടുത്തോ. ചെറിയ കുട്ടികളുണ്ടാവും വീട്ടിൽ, ഓർക്ക് ഫുൾ ലൈസൻസാണ് എടുക്കാൻ, ആരതും എടുക്കാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണ്ടേ? അവർക്ക് കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കണം, അല്ലേ? നമ്മളെല്ലാ സാധനങ്ങളും അവർക്ക് കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഓരെടുക്കേണ്ടാത്ത സാധനമാണെങ്കിൽ വീട്ടിലെ റാക്ക് ഉണ്ടാവില്ലേ, ആ റാക്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കസേര വെച്ച് കയറിയിട്ട് നമ്മൾ എടുക്കുക, ആവശ്യം കഴിഞ്ഞാൽ എടുക്കുക. ചെറിയ കുട്ടികളെ, ഒരു 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ തല്ലുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാകുന്നു. ഇനി എങ്ങാനും 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ തല്ലിയാൽ റിപ്പോർട്ട് വരണം. ഇവിടെ 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 വരും, ഇതിൽ വരും, ഫുള്ള് റിപ്പോർട്ട് ഇതിൽ വരും. ഞാനെങ്ങാനും അറിയട്ടെ, ഞാനത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം വേണ്ടത്. നമ്മളെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയതൊക്കെ കൊടുക്കുക. കൊടുത്താൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ തരും. മാത്രമല്ല വമൻ യൂഖ ശുഹ നഫ്സി, ഈ സൂറത്തു ആലിംറാനിലെ 180 നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത്. ഏത്? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ അതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് പിശുക്കുന്നവർ വിചാരിക്കരുത്. കൊടുക്കാതെ എങ്ങനെ എടുത്തു വെച്ചാൽ എനിക്കത് അതിനുപയോഗിക്കാനുള്ളതാണ്, അത് ടൂറിന് കൊടുക്കാനുള്ളതാണ്, അത് ഇന്നതിന് കൊടുക്കാനുള്ളതാണ്, പെര വെക്കാനുള്ളതാണ്. വാപ്പയാണെങ്കിൽ അത് ബിസിനസ്സിന് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ വാപ്പ ചിലപ്പോൾ എളാപ്പാൻ്റെ വീടിൻ്റെ പണി എടുക്കുന്നുണ്ടാകും, വാപ്പാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മായിൻ്റെ ചികിത്സ എടുക്കുന്നുണ്ടാകും, വാപ്പ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, നിങ്ങൾ അമ്മായിക്ക് പൈസ കൊടുത്തോ? അമ്മായിക്ക് വെയ്യല്ലോ, ഓപ്പറേഷനല്ലേ, നിങ്ങളെടുത്തുണ്ടോ, കൊടുക്കാനുണ്ടോ? നമുക്ക് ഈ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണ്ട, ആ പൈസ അമ്മായിക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അങ്ങനെ പറയുന്ന കുട്ടികളാകണം നമ്മൾ. അങ്ങനെ ആകുമ്പോൾ എന്താണ്? അങ്ങനെ അല്ലെങ്കിൽ ബൽഹു ഷർറുല്ലഹും, ആ എടുത്തു വെക്കണ പൈസ അവർക്ക് ഉപകാരപ്പെടില്ല, അവർക്ക് ദോഷയാവുള്ളൂ. മാത്രമല്ല കൊടുക്കേണ്ട ആ പൈസ മുടക്കിയിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് സക്കാത്ത് പോലത്തതൊക്കെ പിശുക്ക് കയറി സക്കാത്ത് വരെ കൊടുക്കൂല. അതെ, അങ്ങനെ കൊടുക്കാതെ നിർബന്ധമായി കൊടുക്കേണ്ട എടുത്തു വെച്ച ആളുകൾക്ക് പരലോകത്ത് വലിയ 2 അപകടങ്ങൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്ന്, അവരുടെ കഴുത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് മാലയായി അണിയിച്ചു. രണ്ടാമത് വേറൊന്ന് പറഞ്ഞത്, അവരുടെ ആ സമ്പത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് ഉരുക്കിയിട്ട് അവരുടെ ശരീരഭാഗങ്ങളിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? പൊള്ളിക്കുന്നതാണ്. അപ്പം രണ്ടും നരകത്തിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് വേണ്ടി നരകത്തിൽ നിന്ന് അള്ളാഹു ഒരു പാമ്പിനെ പുറത്തെടുക്കും, എന്നിട്ട് അവൻ്റെ കഴുത്തിൽ മഹ്ശറിൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നതാണ്. എന്നിട്ട് അതവനെ ഇതാ ഞാൻ എൻ്റെ പൈസ കേട്ടോ, ഞാൻ എൻ്റെ പൈസ കേട്ടോ ഈ ചെവിന്റെ ബാക്ക് സൈഡിൽ. അതെ, ഇവിടെയാണ് കൊത്തുന്നതാണ്. അത് ശക്തമായ വിഷമുള്ള ആ വിഷം കാരണത്താൽ അതിൻ്റെ ഈ രോമങ്ങളും ഇതൊക്കെ കൊഴിഞ്ഞു പോയ അത്ര കഠിനമായ വിഷമുള്ള ഒരു പാമ്പിനെ ഇതാക്കിയിട്ട് ഇതാ ഞാൻ നിന്റെ സമ്പത്താണ്, ഞാൻ നിന്റെ സമ്പത്താണ് എന്ന് പറഞ്ഞ് അവൻ ഓടിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ദുരന്തത്തിന് നമ്മൾ ഒരുങ്ങണ്ടല്ലോ ദുനിയാവിൽ വെച്ചിട്ട്. മാത്രമല്ല സ്വർഗം കിട്ടൂല, എഴുതിച്ചോളി. പിശുക്കിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയാം, ഒന്ന് എഴുതി വെച്ചോളൂ. ഒന്ന്, വിജയിക്കൂല, പിശുക്കുന്ന വ്യക്തി വിജയിക്കൂല. അതിൻ്റെ തെളിവ് സൂറത്തു ഹശറിലെ 9-ാമത്തെ ആയത്ത്, വിജയിക്കുകയില്ല. 2, അത് നാശമാണ്. വത്തഖുശുഹ ഫൈന ശുഹ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് പിശുക്കാണ്, അത് നാശമാണ്. 3, ഒന്ന് മെല്ലെ പറയും ഉസ്താദെ, സ്പീഡ് കൂട്ടല്ലേ ഉസ്താദ്. ഇങ്ങനെ അട്ടിയാതി, ഇങ്ങനെ അട്ടിയാതി, ഇങ്ങനെ അട്ടിയാൽ ഞാൻ സ്പീഡ് ഓർക്കും കേട്ടോ. യൂട്യൂബിലുള്ള കുട്ടികളെ ഇരുന്ന് ഇങ്ങനെ കാട്ടുന്നുണ്ടാവും. കാര്യമല്ല, നിങ്ങൾ നേരത്തെ വരണം, നേരത്തെ വന്ന് കയറിയാലേ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നാശമാണെന്നാണ്. വത്തഖു ശുഹ ഫൈന ശുഹ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങൾ ശുഹനെ സൂക്ഷിക്കണം, ശുഹാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത്. പിന്നെ 4, അത് തിന്മയിലേക്കുള്ള വഴിയാണ്. ഇയാക്കും വശുഹ ഫൈനമ ഹലക മൻ കാന ഖബലക്കും ബിശുഹി, നിങ്ങളുടെ മുമ്പുള്ളവർ ശുഹു കൊണ്ടാണ് നശിച്ചത്. നശിക്കാൻ പല കാരണമുണ്ട്, അതിലൊന്ന് ശുഹാണ്. ഇനി 5-ാമത്തെ കാര്യമാണ്, പിശുക്കുള്ള വ്യക്തിൻ്റെ മനസ്സിൽ ഈമാന് നിൽക്കൂല എന്നാണ്. വലാ യസ്തമിഉ ശുഹു വൽ ഈമാനു ഫി ഖൽബി അബ്ദിൻ അബദ, ഒരടിമയുടെ ഹൃദയത്തിൽ പിശുക്കും ഈമാനും കൂടി ഒപ്പം നിൽക്കൂല. അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റിയതൊക്കെ കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? കൊടുക്കാൻ പറ്റിയതൊക്കെ, പ്രത്യേകിച്ച് കളി ഉപകരണങ്ങളൊക്കെ നമുക്ക് വാങ്ങി തന്നതാണെങ്കിലും എല്ലാവർക്കും കൊടുക്കണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണം. അങ്ങനെയാണ് വേണ്ടത്. നമ്മളെ ഈ ഗസയിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, എന്താ അവളുടെ പേര്? ഏതാ പെൺകുട്ടി? പേര് കിട്ടണില്ല, കുട്ടികൾക്ക് അറിയണ്ടാവും. അവൾ രാത്രി ഈ യുദ്ധം ആരംഭിച്ച സമയത്തെ
യുദ്ധം തുടങ്ങിയ ദിവസങ്ങളിൽ ഉമ്മ പറഞ്ഞു അവളോട്, ഇനി മോളെ നമ്മൾ ചിലപ്പോൾ കാണൂല, ചിലപ്പോൾ നമ്മൾ മരിക്കും, അപ്പോൾ ഇനി നമുക്ക് സ്വർഗത്തുനിന്ന് കാണണം എന്നൊക്കെ ഉമ്മ അവരെ മക്കളെ കൂട്ടിയിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അവൾ ഒരു വസിയത്ത് എഴുതി വെച്ചു. അവളെ കളിപ്പാട്ടങ്ങളൊക്കെ പൊറുക്കിയിട്ട് അവരുടെ കസിൻസിന് ഒക്കെ ഡിവൈഡ് ചെയ്തു. ഇപ്പം നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പൂവിക്ക് 3 എണ്ണം, പിന്നെ ഇസൂന് 2 എണ്ണം, ഫാത്തിക്ക് 4 എണ്ണം, അങ്ങനെ എഴുതുമല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി പറയണേന്ന് ഒക്കെ എഴുതിച്ചു. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ ഡിവൈഡ് ചെയ്തു അവൾ. പിന്നെ അവൾ എഴുതി, എനിക്ക് കുഞ്ഞാമ്മക്ക് ഞാൻ ഇത്ര ഉറുപ്പ്യ കൊടുക്കാനുണ്ട്, കുഞ്ഞാമ്മ എനിക്ക് മിഠായി വാങ്ങാൻ തന്ന പൈസയായിരുന്നു, തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, കൊടുത്തിട്ടില്ല. പിന്നെ അവൾ എഴുതി, എൻ്റെ 2 ചെരുപ്പുണ്ട്, അതാർക്കും കൊടുക്കരുത്, അതിനി ഇവിടെ ജീവിച്ച് വളർന്നു വരുന്ന കുട്ടികളില്ലേ, ഓലതിട്ട് ചവിട്ടി നടക്കട്ടെ, എന്നിട്ട് വേണമെന്ത് ഫലസ്തീന് സ്വാതന്ത്ര്യമാകാനെന്നാണ്. നമ്മളെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം മുന്നിൽ വെച്ചാലേ ചിക്കനാണെങ്കിൽ പറയും ചിക്കനാ അല്ലേ, പിന്നെ മീനാണെങ്കിൽ പറയും എനിക്ക് മീൻ വേണ്ട, എനിക്ക് ചിക്കൻ മതി. പിന്നെ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഒന്നും തിന്നാതെ എന്ത് ചെയ്യും, വല്ല ബേക്കറിയും വാരി വലിച്ച് തിന്നിട്ടാണ് പോകും. അപ്പോൾ ആ കുട്ടി ആ മരണത്തിൻ്റെ മുന്നേ പോലും കൊടുക്കുക എന്നുള്ളൊരു ശീലം കാണിച്ചു എന്നുള്ളതിലേക്ക് പറഞ്ഞതാണ് ഞാൻ. അവൾ മരിച്ചു പോയോ അല്ലേന്നൊന്നും നമുക്കറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ അല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും പിശുക്കും ഈമാനും കൂടി ഒരു ഹൃദയത്തിൽ ഒന്നിക്കൂല എന്നാണ്. മാത്രമല്ല പിശുക്കുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന ഉണ്ട്. അള്ളാഹുമ്മ ഖിനി ശുഖ നഫ്സി, അള്ളാഹുവേ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. പ്രാർത്ഥന വേറെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ആ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. അടുത്തത് ഏതായിരുന്നു നമ്മൾ പോയിന്റ്? പിന്നെ അടുത്തത് ഹവയാണ്. ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ എന്നാണ് അതിന് പറയാം. ഇച്ഛ എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് തോന്നിയ പോലെ ജീവിക്കുക, അയാൾക്ക് തോന്നിയ പോലെ. അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇപ്പം മൊബൈൽ എടുത്തിട്ട് റീലുകളൊക്കെ ഒന്ന് കാണാം, അപ്പോൾ റീല് കാണും. ഇത്ര കൈയുള്ള കുപ്പായിടാം, അപ്പോൾ അത്ര കൈയുള്ള കുപ്പായിടും. ഇന്ന് തട്ടിടണ്ട അപ്പോൾ തട്ടിടൂല. പിന്നെ ഇന്ന് സിനിമ കാണാം, അപ്പോൾ സിനിമ കാണും. ഇന്ന് നിസ്കരിച്ചണ്ട, അപ്പോൾ നിസ്കരിക്കൂല. നമ്മളെ തോന്നിനനുസരിച്ച് ഇങ്ങനെ പോവുക. നിങ്ങളൊരിക്കലും ഹവയെ ഇലാഹാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല ഈ ഹദീസ് ശരിക്ക് കേട്ടോളി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ കൊണ്ടുവന്ന ദീനിനനുസരിച്ച് ഇച്ഛ ആകുന്നത് വരെ എന്ത് ചെയ്യൂല, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല. ഞാൻ കൊണ്ടുവന്ന സത്യദീൻ, അത് റസൂലുള്ള കൊണ്ടുവന്ന സത്യദീൻ, അതിനനുസരിച്ചാകണം നിങ്ങൾ ചിന്തിക്കണത്. നിങ്ങളൊരു ട്രെൻഡ് കാണുകയാണ്. എന്താ ട്രെൻഡ്? എല്ലാവരും കൂടി ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ട്രെൻഡ് കാണുകയാണ് അല്ലേ? അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്തേനു ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊരു ഡയലോഗ് പറയലുണ്ടല്ലോ, ചാമ്പിക്കോ അല്ലേ? ഇങ്ങനെ ഓരോന്ന് ഓൺലൈനിൽ കാണുന്ന സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് അത് വേസ്റ്റ് ആക്കിയിട്ട്, അല്ലെ ഇപ്പം എന്നാളൊരു ഇത് കണ്ട് ഒരാളെ അയച്ചെന്നിന് എനിക്ക്, ഒരാൾ ബൈക്കും ഇങ്ങനെ വരും, അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ കൈ കാണിച്ച് എന്നിട്ട് നിർത്തി, എന്നിട്ട് ആ കണ്ണാടിയിൽ പോയിട്ട് ഒന്നിങ്ങനെ ചീകിയിട്ട് ആണ് പറഞ്ഞയച്ചു ആളെ. പെൺകുട്ടി ആയതുകൊണ്ട് അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, കേസ് ഭയങ്കര കേസല്ലേ. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ തല്ലിപ്പൊളി പരിപാടികൾ കൊണ്ടുവരും. നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകേണ്ട ആളുകളല്ല. നമ്മൾ ഇച്ഛകളുടെ കൂടെ യാത്ര ചെയ്യേണ്ട ആൾക്കാരല്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചൊരു രീതിയുണ്ട്, അതനുസരിച്ച് പോകണം. ഈ ആളുകളൊക്കെ എന്താണോ ചെയ്യണത് അതനുസരിച്ച് നിങ്ങളും ചെയ്തോളി എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ റീല് കാണുന്ന ആളുകൾക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, റസൂലുള്ളാഹിൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മൾ പിൻപറ്റിയാൽ മാത്രമേ നമ്മൾ ശരിയായ മുഅ്മിനായി മാറുള്ളൂ. അപ്പോൾ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് കുറേ ഒരേ ഡ്രസ്സുകൾ ഇട്ട് പോവുക, എല്ലാവരും കൂടി എന്ത് ചെയ്യുക, പുതിയണ്ണിനെ ഒരു നടുവിൽ നിർത്തി 4 കോലും പിടിച്ച് അങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കസിൻസ് എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുക. ഇതൊക്കെ കാണുന്നതാണ് വേറെല്ലോടത്തുനിന്ന്. അത് കണ്ടാൽ നമ്മൾ അതേമാതിരി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഹവയെ പിൻപറ്റലാണ്. ഹവയെ പിൻപറ്റുക എന്നുള്ള സ്വഭാവം ഒഴിവാക്കേണ്ട ഒരു വളരെ മോശപ്പെട്ട, നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് എന്നാണ്. ഈ ഹവ പിൻപറ്റുന്ന വ്യക്തിയെ അയാൾ മൊത്തത്തിൽ നല്ല അന്തംഗമ്യായിരിക്കും. എന്താ കാരണം എന്നറിയോ? ഓരോരുത്തർ പറയണങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുക. അതായത് ദുൽഖർ സൽമാൻ ഇവിടെ വെട്ടിയോ അവൻ ഇവിടെ വിട്ടു. അപ്പം ഇനി ദുൽഖർ സൽമാൻ മൂക്ക് വെട്ടിയാലോ അവൻ വിട്ടോ? അല്ല ചോദിക്കണേന്,
പിന്നെ ഇവിടെ ഇത് മാത്രം കട്ട് ചെയ്യും, പിന്നെ ഇവിടെ വേറെ കോലാക്കും അല്ലേ. ഇങ്ങനെ നമ്മൾ തോന്നിയതനുസരിച്ച് പോകുന്നത് നാശാണെന്നാണ്. ഇപ്പോൾ നാശത്തിൽ ഒന്ന് നമ്മൾ പറഞ്ഞു പിശുക്കാണ്, രണ്ട് തോന്നിയതനുസരിച്ച് ജീവിക്കുക. നമ്മളങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഓരോന്നും പ്രമാണമനുസരിച്ചാണ് ജീവിക്കേണ്ടത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി പ്രമാണമുണ്ട്, എന്തിനും പ്രമാണമുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ മാഗസിൻ ഒരു ലേഖനം എഴുതി. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ എന്താ പറയുക, ക്വാറന്റൈൻ ചെയ്തത് ആളുകളെ റൂമിൽ ഇത് പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ ലോക്ക് ചെയ്തത് അതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നാട്ടിൽ കൊറോണ പോലെയുള്ള വലിയ രോഗങ്ങൾ വന്നാൽ ആ നാട്ടിൽ അയാൾ ക്ഷമയോടുകൂടെ സബറോടുകൂടെ ഒരു റൂമിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് രക്തസാക്ഷിൻ്റെ കൂലിയുണ്ട്. അയാൾ ജീവിച്ചാലും മരിച്ചാലും അയാൾക്ക് രക്തസാക്ഷിൻ്റെ കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ചു. അപ്പോൾ മനുഷ്യചരിത്രത്തിലെ ഏത് വിഷയത്തെയും നേരിടാനുള്ള പ്രമാണമുള്ളത് നമുക്ക് മാത്രമാണ് അല്ലേ? പ്രമാണമുള്ളത് നമുക്ക് മാത്രമാണ്. നിങ്ങളെന്നാൾ നമ്മളെ മോർണിംഗ് ലൈവിൽ ഒരു അനുഭവം പറഞ്ഞല്ലോ, എന്താണ് ഡ്രസ്സിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ഫ്രണ്ട് ചോദിച്ചൊരു കഥ അല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കേ. അത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരനും ഞാനും അതുപോലെ തന്നെ എൻ്റെ മറ്റു കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കണ സമയത്ത് കൂട്ടുകാരനോട് പറഞ്ഞു, അല്ല മാഷേ നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, ഈ ട്രൗസർ അടിക്കണ പൈസക്ക് പാൻ്റ് അടിക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാൻറ് കുറച്ച് ചെറുതാണ്, നെരിയാണിക്ക് മുകളിലാണല്ലോ. അപ്പോൾ എന്നെ കളിയാക്കിയതാണ് വെറുതെ. അപ്പോൾ ഒരു തമാശ ഇടക്കിടക്ക് പറഞ്ഞ ആൾ, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാർ. രണ്ടാളേ ഓലെ ഇച്ചക്കനുസരിച്ച് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, തോന്നിയാസാണോ ഇച്ചാന്ന്. അതന്നെ ഇതന്നെ പരിപാടി അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു, മാഷേ ഞങ്ങൾക്ക് ട്രൗസർ അടിക്കണ പൈസക്ക് പാൻ്റ് അടിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനത്തെ പാൻ്റാണ് ഇപ്പോൾ ധരിക്കണത്? അപ്പോൾ അദ്ദേഹം മുകളിൽ കുറച്ച് വിശാലമുള്ള കുറച്ച് താഴെ കുറച്ച് ഇടുങ്ങിയൊരു പാൻ്റാണ് അയാൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇപ്പോൾ ആ പാൻറ് കണ്ടില്ലേ, എങ്ങനത്തെ പാൻറ്, പുതിയ മോഡൽ പാൻറ്റാണ്. മുമ്പ് എങ്ങനത്തെ പാൻറ് ഞങ്ങൾ ഇട്ടിരുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മളെ ഈ ജയൻ മോഡൽ പാൻറ്റാണ് മുമ്പ് ഇട്ടിരുന്നത്, മുകളിൽ കുറച്ച് ടൈറ്റുള്ള താഴത്ത് കുറച്ച് വിശാലമായ. അപ്പോൾ ഇങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങുന്നതനുസരിച്ച് സിനിമാ നടന്മാർ ഡ്രസ്സ് മാറ്റുന്നതനുസരിച്ച് നിങ്ങളിങ്ങനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാനങ്ങനെ മാറ്റൂല, ഞാൻ ആളുകൾ മാറുന്നതനുസരിച്ചോ സമൂഹം മാറുന്നതനുസരിച്ചോ ഒന്നും മാറൂല, അള്ളാഹുവും റസൂലും എങ്ങനെയാണോ പറയണത് അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ മുടിയാണെങ്കിലും നമ്മുടെ ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹു റസൂൽ പറഞ്ഞനുസരിച്ചാണോ എന്ന് നോക്കൽ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമായല്ലോ. മൂന്നാമത്തത് ഇഅ്ജാബുൽ മർഇ ബിനഫ്സി. രണ്ടെണ്ണമായിട്ടുള്ളൂ. ഇഅ്ജാബുൽ മർഇ ബിനഫ്സി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് എനിക്ക് തോന്നുക, ഞാനൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ്, ഭയങ്കര ഉഷാറാണ് എന്നുള്ള അമിതമായ ഒരു ബോധ്യം ഉണ്ടാകുക. ഞാനൊക്കെ അത്ര അല്ലേ, മറ്റവരൊന്നും അത്ര അല്ലല്ലോ എന്നുള്ള ഒരു തരം മാനസികാവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനൊക്കെ ഉഷാറാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പടച്ചോൻ നമുക്ക് നൽകുന്ന ഒരു തൗഫീഖാണ്. ആ തൗഫീഖിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. ഇപ്പം ശരിക്ക് ഞാനൊരു ചരിത്രം പറയാം, അപ്പോൾ അത് വേഗം ക്ലാരിറ്റി വരും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സേവനങ്ങൾ ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം ഉഹദ് മലയുടെ മുകളിൽ നിന്ന് എല്ലാ അസ്ത്രങ്ങളും പ്രവാചകൻ്റെ നേരെ തൊടുത്തുവിട്ട് പ്രവാചകനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. പക്ഷേ അള്ളാഹു സംരക്ഷിച്ചു. ആർക്കും കഴിയുന്ന കാര്യമല്ല പ്രവാചകനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചു. അപ്പോൾ സൈന്യങ്ങളിങ്ങനെ പോയിട്ട് ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ വലിയ മലകളൊക്കെ ഉണ്ടാവും, കയറാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഒറ്റക്ക് ആ മല ചവിട്ടി കയറി പോയിട്ട് അവിടുത്തെ രാജാവിനോട് സംസാരിച്ച്, നിങ്ങളൊന്നുകിൽ ഞങ്ങൾക്കിവിടെ പ്രബോധനത്തിന് അവസരം തരണം, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു രീതി, അന്നത്തെ ഒരു വാർ സിസ്റ്റം അതായിരുന്നു, യുദ്ധത്തിൻ്റെ രീതി അതായിരുന്നു. അപ്പോൾ ആളുകൾ ഖാലിദിൻ്റെ പട്ടാളം അവിടെ വന്നാൽ പിന്നെ ഒരു കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്, എല്ലാവരും സറണ്ടർ ആവും, ഇസ്ലാം പ്രബോധനത്തിന് അവസരം കൊടുക്കും, ആ നാട് ഇസ്ലാമിനെ പുലുകുന്ന ഒരു അവസ്ഥ പൊതുവെ ഉണ്ടാകും. അത്രയും വർക്ക് ചെയ്ത ആൾ അദ്ദേഹം പക്ഷേ യുദ്ധത്തിൽ പരിക്കേറ്റ് വീട്ടിൽ റെസ്റ്റ് ചെയ്യണ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതായിരുന്നു, നമ്മളൊക്കെ എത്ര ഹതഭാഗ്യവാന്മാരാണ്, ഞാനൊക്കെ എത്ര ഹതഭാഗ്യവാനാണ്, എനിക്ക്
യുദ്ധഭൂമിയിൽ മരിച്ചു വീഴാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. അപ്പോൾ അത്രയും ചെയ്തിട്ടും ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടില്ല. വലിയ വലിയ മഹാപണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ചെയ്ത ഒരു ചെറിയ കാര്യം ചെയ്താൽ തന്നെ അതിങ്ങനെ ചെയ്തു എന്നുള്ള, അതാണ് ഈ ഞാൻ ഭയങ്കര ഉഷാറാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൊഹറു അസർ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിച്ചാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ ഒന്നുകൂടി ഉഷാറാക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിസ്കരിക്കൽ നിസ്കാരം ഒന്നുകൂടി ഉഷാറാക്കും. ഒറ്റക്കാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ്. അതുമല്ല ഒളിമ്പിക്സിൽ മത്സരം വെക്കുകയാണെങ്കിൽ ബെനന്നേക്കാരം ഫസ്റ്റ്, ജാവലിംഗ് ത്രോ, ഹൈ ജമ്പൊക്കെ മാതിരി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ശരി, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഞാൻ തിരക്കടില്ല എന്നുള്ള തോന്നൽ, ഞാൻ വലിയ സംഭവമാണെന്നുള്ള തോന്നൽ, അതും നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഒരു അപ്പോൾ അതിൽ ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭയങ്കര ഉഷാറാണ്, ഞാൻ നല്ലോണം ചെയ്യുന്ന ആളാണ് എന്ന ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ 20 വർഷം ശ്രമിച്ചു. 20 വർഷം ശ്രമിച്ചു, ഞാൻ അധ്വാനിച്ചു. പക്ഷേ എനിക്ക് പൂർണ്ണമായി അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പണ്ഡിതനെക്കുറിച്ച് വേറെ സ്ഥലത്ത് ഞാൻ വായിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അദ്ദേഹം ഓതുകയാണെങ്കിൽ പതുക്കെ കടന്നുറങ്ങണമാതിരി കാട്ടും, എന്നിട്ട് എണീറ്റ് വരും. ഞാൻ ഓതുകയായിരുന്നു എന്ന് തോന്നിക്കൂല, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയായിരുന്നു തോന്നിക്കൂല. അപ്പം അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നാണ്. ഇപ്പോൾ 3 എണ്ണമായില്ലേ? നമുക്ക് ഇന്ന് എനിക്കും ഉസ്താദിനും ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പരിപാടി കൂടിയുണ്ട്, സെഷൻ കൂടിയുണ്ട്. അപ്പം ഇന്നലത്തെ അത്ര സമയം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കണില്ല. നാളെ നമുക്ക് കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. നാളെ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇനിയുള്ളത് കഫാറാത്തും എന്താണ് ദർജാത്തുമാണ്. 3 കാര്യങ്ങൾ കഫാറാത്താണ്, 3 കാര്യങ്ങൾ ദർജാത്താണെന്നാണ്. നാളെ ഇൻട്രോയിൽ അത് ജസ്റ്റ് പറഞ്ഞു പോകാം. മറ്റൊരു ടോപ്പിക് ആയിരിക്കും നാളെ. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്താലുള്ള അപകടങ്ങൾ എന്താണെന്നാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്താലുള്ള അപകടം എന്താണെന്നുള്ള വിഷയമാണ് നമ്മൾ നാളെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മളെ ഈ വിസ്റ്റം യൂത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും താഴെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ ക്ലാസ് നിർത്തുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.